നിങ്ങളുടെ +1 എക്സാമിന് കുറച്ച് ദിവസം മുമ്പ് ഞാൻ കുറച്ച് കുട്ടികൾക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഈ ഐ വാണ്ട് എന്നുള്ളതിൻ്റെ കൂടെ എന്താണ് കൂട്ടിച്ചേർക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമാണ്. അപ്പോൾ മെജോറിറ്റി ആളുകളും കൂട്ടിച്ചേർത്ത് എന്താ, ഐ വാണ്ട് ഫുൾ മാർക്ക്. എനിക്ക് +1 എന്ത് വേണം, ഫുൾ മാർക്ക് നേടണമെന്നാണ്. അങ്ങനെ എക്സാം നടന്നു, അങ്ങനെ എക്സാം കഴിഞ്ഞു അല്ലേ, ലാസ്റ്റ് വന്ന് റിസൾട്ട് വന്ന സമയത്ത് ഈ ഐ വാണ്ട് ഫുൾ മാർക്ക് പറഞ്ഞ ഒരാളുകൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടില്ല. ചിലർക്ക് 5 മാർക്ക് കുറഞ്ഞിട്ടുണ്ട്, ചിലർക്ക് 10 മാർക്ക് കുറഞ്ഞിട്ടുണ്ട്, ചിലർക്ക് 30, 40 അങ്ങനെ പല മാർക്കും കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി ഇല്ല, നിങ്ങൾക്ക് അറിയാം എന്താണ് റീവാലുവേഷൻ്റെയും സ്ക്രൂട്ടിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്, ഫോട്ടോ കോപ്പി ഉണ്ടല്ല, ആൻസറിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ അവിടെ ഫോട്ടോസ്റ്റാറ്റ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അവർ വരുത്തിയ ചെറിയ മിസ്റ്റേക്കുകളാണ് അവരുടെ ഫുൾ മാർക്ക് എന്ന സ്വപ്നത്തെ തകർത്ത് കളഞ്ഞത്. അപ്പോൾ എന്ത് മിസ്റ്റേക്കാണ് അവർ വരുത്തിയത്, ആ മിസ്റ്റേക്ക് ഒരിക്കലും നിങ്ങൾ ഇനി എന്ത് ചെയ്യരുത്, +2 വരുത്തത്. +1 അവർ ആ മിസ്റ്റേക്ക് വരുത്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തു, കുറച്ച് മാർക്ക് കുറഞ്ഞു. ആ മിസ്റ്റേക്ക് നിങ്ങൾ +2 റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക, +2ലെയും ഫുൾ മാർക്ക് എന്ന സ്വപ്നം അവിടെ തകർന്നു പോകും. സോ അത് തകരാതിരിക്കാൻ എന്തൊക്കെ മിസ്റ്റേക്കാണ് വരുത്തിയത്, ആ മിസ്റ്റേക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരൊക്കെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നുണ്ടോ അവർക്കൊക്കെ എന്ത് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവ്ലി +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. സോ അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ലിങ്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് +2 സ്കൂളിൽ പോർഷൻസ് ഏത് വരെ എടുത്തു, എത്രാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി, ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സ് വീതം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. ശ്രദ്ധിക്കണേ, ഒന്നാമത് അവർ വരുന്ന മിസ്റ്റേക്ക്, അവർ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് റീഡ് ചെയ്യില്ല. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്താ, റീഡ് ക്വസ്റ്റ്യൻസ് പ്രോപ്പർലി. നിങ്ങൾക്കറിയാം, ഒരു ഹിസ്റ്ററി ആയാലും കൊമേഴ്സിലെ ബിസിനസ് ആയാലും അക്കൗണ്ടൻസി ആയാലും 10-30ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം, 2-3 തവണ നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. അതായത് ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സമയം കണ്ടെത്തണം. കറക്റ്റ് നിങ്ങൾ എക്സാം തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ആൻസറിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കാതെ കറക്റ്റ് ക്വസ്റ്റ്യൻ 2-3 തവണ വായിച്ചു നോക്കുക. പലപ്പോഴും കുട്ടികൾ എന്താ, ക്വസ്റ്റ്യൻ വായിക്കാതെയാണ് ആൻസർ ചെയ്തത്. എന്താ, ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഓരോ ക്വസ്റ്റ്യനും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയുടെ കാര്യം, ഞാൻ ഹിസ്റ്ററി എടുക്കുന്നുണ്ടാവും. ഹിസ്റ്ററിയുടെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ +2 എന്ത് ചെയ്യാണ്, ഇപ്പം വിച്ച് ആർ ദ റീസൺസ് ബിഹൈൻഡ് ദ ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെ. അവിടെ നിങ്ങൾ എഴുതേണ്ട എന്താ, റീസൺസ് ബിഹൈൻഡ് ദ ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷനാണ്. ഹാരപ്പൻ സംസ്കാരത്തിന് തകർച്ചയ്ക്കുള്ള കാരണങ്ങളാണ്. അവിടെ എന്താ, ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ച് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടൂല. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്, അതിനുള്ള ആൻസറാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ 2-3 തവണ വായിച്ചു നോക്കണം. പലപ്പോഴും അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് എനിക്ക് ആ ആൻസർ പേപ്പറിൽ കാണാൻ പറ്റി. അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒന്ന്, ആൻസർ ചെയ്തത് വേറെ ഒന്ന്. ഓക്കെ, അടുത്ത എന്താണ്, ഐഡൻറ്റിഫൈ ദ മെയിൻ ടോപ്പിക് ആൻഡ് ഡിസ്കസ് ദ ഏരിയാസ്. എന്ന് വെച്ചാൽ എന്താ, ആ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യങ്ങൾ എത്ര മാർക്കിനാണോ, മാർക്കിനനുസരിച്ച് എന്ത് ചെയ്യുക, എഴുതുക. പലപ്പോഴും 1 വേർഡ് ക്വസ്റ്റ്യൻസിനൊക്കെ 1 വേർഡ്, ഒറ്റ വേർഡ് ആയിരിക്കും ആൻസർ വരിക. 2 മാർക്ക് ആണെങ്കിൽ 2 പോയിൻ്റ് ആയിരിക്കും അതിന് ആൻസർ വരിക. 4 മാർക്ക് ആണെങ്കിൽ 8 പോയിൻറ്റ്സ് ആയിരിക്കും അതിന് ആൻസർ വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ വായിക്കുന്നു, എത്ര മാർക്കിനാണെന്ന് മനസ്സിലാക്കുന്നു, മാർക്കിനനുസരിച്ച് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യട്ടോ. മാർക്കിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക എന്നുള്ളത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത പരിപാടി, സ്റ്റാർട്ട് വിത്ത് വാട്ട് ഈസ് നോൺ ഫസ്റ്റ്. അതായത് ചൂസ് ക്വസ്റ്റ്യൻസ് വൈസ്ലി. എന്ന് വെച്ചാൽ പലപ്പോഴും ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താ, ഓർഡറിൽ ഇങ്ങനെ ആൻസർ ചെയ്ത് പോകും. ഓർഡർ ആൻസർ ചെയ്യുന്ന ഒരു പ്രശ്നം എന്താ, എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യനെയും ആൻസർ കറക്റ്റായിട്ട് ഓർഡറിൽ അറിയണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണോ നല്ല വൃത്തിക്ക് എഴുതാൻ പറ്റുക, ആ ക്വസ്റ്റ്യൻ ആൻസർ ഫസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഒരു 24ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നല്ല വൃത്തിക്ക് നിങ്ങൾ പഠിച്ച കാര്യമാണ്, അപ്പോൾ അത് ഫസ്റ്റ് ചെയ്തിരിക്കുമോ. രണ്ടാമത് നിങ്ങൾ എന്താണ് 25ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ട്, അത് എഴുതാം. പിന്നെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, 4ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറാണ് വൃത്തിക്ക് പഠിച്ചത്, അത് എഴുതാം. നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഏതാണോ വൃത്തിക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത്, ആ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഓർഡർ അനുസരിച്ച് എഴുതണമെന്നില്ല. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണോ വൃത്തിക്ക് നല്ല കിടുക്കിടുവാക്കിയിട്ട് അടിപൊളിയാക്കിയിട്ട് എഴുതാൻ പറ്റുന്നത്, അത് കറക്റ്റ് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, എഴുതി പോകുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് അത് മറ്റൊരു സാധനം, റിവ്യൂ യുവർ ആൻസേഴ്സ് റൂളി. നിങ്ങൾ എക്സാം മൊത്തം എഴുതിയതിന് ശേഷം എല്ലാ ആൻസേഴ്സിനും ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യണം. പലപ്പോഴും ആളുകൾ വരുന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ ഞാൻ എന്താ, ഒരു ഫോട്ടോ കോപ്പി കണ്ടു, 24ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, പക്ഷേ എന്താ, ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നുപോയി. അപ്പോൾ അതിനെന്ത് ചെയ്യും, മാർക്ക് കൊടുക്കാൻ നിർവാഹമുണ്ടോ, ഇല്ല, അവിടെ വിട്ടിട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ, എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും എഴുതി കഴിഞ്ഞ ശേഷം മൊത്തം ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ട്, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതിയിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ ആ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടില്ല. അത് ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിലൊക്കെ എന്തെങ്കിലും ചില അഡീഷണൽ പോയിന്റ്സ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും, അത് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതായത് എക്സാമിൻ്റെ ആൻസേഴ്സ് മൊത്തം എഴുതി കഴിഞ്ഞതിന് ശേഷം എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സിന് നമ്പർ ഇട്ടിട്ടുണ്ട്, പ്രോപ്പറായിട്ടാണ് എഴുതിയത്, ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ട്രൈ ടു അറ്റംപ്റ്റ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്ത് വെക്കട്ടോ. കാരണം നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് ഒരു 20 ക്വസ്റ്റ്യൻ വൃത്തിക്കരാം, അത് നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതി. പിന്നീട് ക്വസ്റ്റ്യൻസിന് ആൻസർ അറിയില്ലെങ്കിലും ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ആ ആൻസറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവിടെ എഴുതി വെക്കുക. എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. കാരണം ഇതൊക്കെ ചില ക്വസ്റ്റ്യൻസൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വരും, അതിനൊക്കെ മാർക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും.
അല്ലെങ്കിൽ ഈ ക്വസ്റ്റിനൊക്കെ എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റിനും എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളത്, എല്ലാ ക്വസ്റ്റിനും എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മുൻ വർഷങ്ങളിൽ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള പലരും വരുത്തിയ മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഇനി ആവർത്തിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നിങ്ങളുടെ ഫുൾ മാർക്ക് എന്ന സ്വപ്നത്തെ തകർത്ത് കളയും. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്താതിരിക്കാൻ ശ്രമിക്കുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം കൂടി, നിങ്ങൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ശ്രദ്ധിക്കണം, കറക്റ്റായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫുൾ മാർക്ക് എന്ന സ്വപ്നം, അതായത് ഐ വാണ്ട് ഫുൾ മാർക്ക് എന്ന ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ പണിയെടുക്കണം. പണിയെടുത്താലേ ഈ ലോകത്ത് വിജയമുള്ളൂ. ആരും ഒരു ദിവസം കഴിയുമ്പോൾ ഒരു സിനിമയിലെ പാട്ട് പോലെ എല്ലാവർക്കും ലോകത്ത് സക്സസ് ആവാൻ കഴിയില്ല. അതിനൊക്കെ ഹാർഡ് വർക്ക് ഉണ്ട്. നിങ്ങൾ സക്സസ് ആയിട്ടുള്ള ആരുടെ സ്റ്റോറി നോക്കിയാലും അവരൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നത്തെ നിലയിലെത്തിയത്. കഷ്ടപ്പാട് നമ്മൾ കാണുന്നില്ല എന്നുള്ളൂ. അപ്പം നിങ്ങൾ കഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകാൻ കഴിയുള്ളൂ. പണിയെടുക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഫുൾ മാർക്ക് എന്നാവണം. അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പം എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് ടൈപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാം, ബാക്കി സബ്സ്ക്രൈബ് ചെയ്യുക.